ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നരകാസുര വധമാണ് പറയുന്നത്. ഭാഗവതത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു കഥയാണ് ഈ നരകാസുര വധം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഭഗവാൻ ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ നരകാസുര വധത്തിന് ഇത്രയും പ്രത്യേകത ഉള്ളത് എന്ന ഒരു തോന്നൽ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാകാം. ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. നമുക്കെല്ലാവർക്കും ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും അറിയാം. അവര് സഹോദരന്മാരായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി അവതരിച്ച് വധിച്ചതാണ് എന്നുള്ളതും നമുക്കറിയാം. ഹിരണ്യകശിപുവിന്റെ സഹോദരനാണ് ആര്? ഹിരണ്യാക്ഷൻ. അങ്ങനെ ഹിരണ്യാക്ഷൻ പണ്ട് ഭൂമിദേവിയെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ അടിയിലേക്ക് പാതാളത്തിലേക്ക് പോയ സമയം മഹാവിഷ്ണു വരാഹമൂർത്തിയായി അവതരിച്ചു എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെ മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് ഈ ഹിരണ്യാക്ഷനെ വധിക്കുകയാണ് ഉണ്ടായത്. ഭൂമിദേവിയെ തൻ്റെ തേറ്റമേൽ പൊക്കി ഇരുത്തി വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വരാഹരൂപത്തിലുള്ള ഭഗവാൻ തൻ്റെ തേറ്റമേൽ ഭൂമിദേവിയെ എടുത്ത് ഇരുത്തിയപ്പോൾ ഭഗവാന്റെ തേറ്റ ഭൂമിദേവിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അതോടുകൂടി ദേവിക്ക് ഭോഗാനന്ദ പുളകം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഭാഗവതം പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഭൂമിദേവി ഒരു പുത്രനെ പ്രസവിക്കുന്നു എന്ന് പറയുന്നു. ആ പുത്രനെയും കൊണ്ട് ദേവി മാതൃവാത്സല്യത്തോടു കൂടി അവനെ രക്ഷിക്കണം എന്ന് ആരോട് അപേക്ഷിക്കുന്നു? മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ സ്നേഹത്തോടു കൂടി വരാഹമൂർത്തി അരുളി ചെയ്യുകയാണ്, ദേവി വിഷമിക്കണ്ട, ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ്. അസുരസ്പർശത്താൽ ദേവിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ പുത്രനായതുകൊണ്ട് ഇവൻ ഒരു അസുരനായി തീരും. ഇവന്റെ പേര് നരകൻ എന്നായിരിക്കും. അതിനുശേഷം വിഷ്ണു തൻ്റെ പുത്രനെ, വരാഹമൂർത്തി തൻ്റെ പുത്രനെ അടുത്തു വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം തൻ്റെ മകന്റെ രക്ഷയ്ക്കായി അദ്ദേഹം അവന് നൽകുന്നു. പിന്നീട് മറ്റൊരു മഹാസ്ത്രം കൂടി അവന് ദാനം ചെയ്തുകൊണ്ട് വരാഹമൂർത്തി അവനോട് പറയുകയാണ്, മറ്റാർക്കും നാളിതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യമായ അസ്ത്രമാണിത്. ഇത് നിന്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം വിഷ്ണുവായ എന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പോയി ഭൂമിയിൽ സുഖമായി ജീവിച്ചു കൊള്ളുക എന്ന് വരാഹമൂർത്തി ഈ പുത്രനെ അനുഗ്രഹിക്കുന്നു. ആ പുത്രനാണ് നരകാസുരൻ. പിന്നീട് നരകൻ ധാരാളം കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിനു ശേഷം മുരൻ എന്ന ഒരു സുഹൃത്തിനോടും ധാരാളം അസുരന്മാരോടും കൂടി ഭൂമിയിലെത്തുകയും കാമരൂപം എന്ന രാജ്യത്ത് എത്തിച്ചേരുകയും പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു നഗരം നിർമ്മിക്കുകയും ചെയ്തു. അതിൻ്റെ രാജാവായി തീരുകയാണ് നരകൻ. നരകൻ ഒരു അസുരനാണ് എങ്കിലും അസുരന്മാരുടെ ശത്രുവായ വിഷ്ണു അവന്
ധാരാളം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത്. എന്തുകൊണ്ടാണ്? ഇവൻ തൻ്റെ പുത്രനാണ് എന്നുള്ള വാത്സല്യം കൊണ്ടാണ്. അങ്ങനെ ഈ നരകൻ പ്രാഗ്ജ്യോതിഷത്തിൽ ഒരു വിക്രമനായിട്ടാണ് അങ്ങനെ ജീവിക്കുന്നത്. മായയാൽ അവൻ ജലം, വായു, അഗ്നി, പർവ്വതം മുതലായവ കൊണ്ടുള്ള ഒരു പ്രതിരോധം അവൻ്റെ ആ നഗരത്തിനു ചുറ്റും തീർക്കുന്നു. അതായത് ആർക്കും അതിനകത്തേക്ക് കടക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ കോട്ട തന്നെ തൻ്റെ മായയാൽ തൻ്റെ രാജ്യത്തിനു ചുറ്റും നിർമ്മിക്കുന്നു. അതിനു പുറമെ മുരപാശം കൊണ്ട് ഒരു കോട്ടയും അവനവിടെ സൃഷ്ടിക്കുന്നു. അങ്ങനെ സ്നേഹിതനായ മുരനും ഒരുമിച്ച് ദുഷ്ടപ്രവർത്തികളൊക്കെ അവന് ചെയ്യാനായിട്ട് തുടങ്ങി. വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കുവാനുള്ള ധൈര്യം ഇല്ല എന്ന ചിന്തയാണ് അവനെ കൊണ്ട് ഈ ദുഷ്ടത്തരമൊക്കെ ചെയ്യിപ്പിച്ചതും. അതുപോലെ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവനോട് യുദ്ധം ചെയ്യാനായി എല്ലാവരും ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ നരകൻ എന്ന പേരു കേട്ടാൽ തന്നെ എല്ലാവരും ഞെട്ടിവിറയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ദുഷ്ടന്മാരായ എല്ലാ രാജാക്കന്മാരും അവൻ്റെ കൂട്ടുകാരായി തീർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യമധർമ്മന് പോലും ഇവനെ പേടിയായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. കാരണം കാലനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഇവന്റെ അവസ്ഥ. കൃതയുഗത്തിലാണ് ഇവൻ ജീവിച്ചത് എങ്കിലും ത്രേതായുഗവും ദ്വാപരയുഗത്തിലും അവൻ ജീവിക്കുന്നു. അവസാനം ദ്വാപരയുഗത്തിന്റെ അന്ത്യകാലത്തിലും ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവന് ഈ ദുഷ്ടതരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ നരകന് ദേവലോകത്ത് പോയി ദേവരാജാവായ ഇന്ദ്രനുമായി യുദ്ധം ചെയ്യുകയും ഇന്ദ്രനെ തോൽപ്പിച്ച് ഓടിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ദ്രമാതാവായ അതിഥിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഇവൻ എടുത്തുകൊണ്ടുവന്ന് പ്രാഗ്ജ്യോതിഷത്തിൽ, അതായത് ഇവന്റെ രാജധാനിയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ഒരുപാട് നല്ല രാജാക്കന്മാരെ വധിക്കുകയും അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവരെയെല്ലാം കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ് ഈ ദുഷ്ടൻ. 16,000 പെൺകുട്ടികളെ, കന്യകമാരെ അങ്ങനെ ആ ദുഷ്ടൻ അപഹരിക്കുന്നു. ഇത്രയും ദുഷ്ടനും നിഷ്ഠൂരനുമായ അസുരന് എന്തിനിത്ര ശക്തങ്ങളായ ആയുധങ്ങൾ ഭഗവാൻ നൽകി എന്ന് എല്ലാവർക്കും സംശയം തോന്നും. അതിൻ്റെ കാരണം തൻ്റെ പത്നിയും അവൻ്റെ മാതാവുമായ ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അപ്രകാരം ചെയ്തു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. അവൻ എന്തു കൊടിയ പാതകങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം ചുമക്കാൻ മാതാവ് എന്നുള്ള നിലയിൽ ഭൂമിദേവി സന്നദ്ധയുമായിരുന്നു. കൂടാതെ വിഷ്ണുപുത്രൻ എന്ന നിലയിൽ അവൻ നിസ്സാരക്കാരനാകാൻ പാടില്ല എന്ന ഒരു തോന്നലും ഒരു പക്ഷേ വിഷ്ണുവിന് ഉണ്ടായി എന്നും വരാം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഇന്ദ്രനെ കാണാനായിട്ട് ആരെത്തിച്ചേരുന്നു? നാരദൻ എത്തിച്ചേരുന്നു. എന്നിട്ട് നാരദൻ ഇന്ദ്രനോട് പറയുകയാണ്, അല്ലയോ ഇന്ദ്ര, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ അങ്ങ് നോക്കുക. നരകാസുരൻ നാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചതുകൊണ്ട് അവനെ വധിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ദ്വാരകയിൽ വസിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ
മറ്റാരെ കൊണ്ടും അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല. കൃഷ്ണൻ ഭക്തവത്സലനാണ്, ലോകരക്ഷകനാണ്. അതുകൊണ്ട് അങ്ങ് കൃഷ്ണനെ ചെന്നു കണ്ട് അങ്ങയുടെ സങ്കടം പറയുക. ഇങ്ങനെ നാരദൻ ആരോട് പറയുന്നു? ഇന്ദ്രനോട് പറയുന്നു. അങ്ങനെ ഇന്ദ്രൻ ദ്വാരകയിലെത്തി കൃഷ്ണനോട് തൻ്റെ സങ്കടം പറയുന്നു. അങ്ങനെ കൃഷ്ണൻ ഇന്ദ്രനെ സമാധാനപ്പെടുത്തി തിരിച്ചയക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ ഗരുഡനെ മനസ്സിൽ ധ്യാനിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ കൃഷ്ണൻ ആരെ വിളിക്കുന്നു? ഭാമയെ വിളിക്കുന്നു. അതിനുശേഷം ഭാമയും ഒരുമിച്ച് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഗരുഡന്റെ കഴുത്തിൽ കയറി ഇരുന്ന് പ്രാഗ്ജ്യോതിഷം എന്ന ആ ഒരു നഗരത്തിൽ എത്തിച്ചേരുകയാണ്. ആ നഗരത്തിന്റെ ചുറ്റും ഒരു വലിയ കോട്ടയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ പുറത്ത് നിന്നുകൊണ്ട് കൃഷ്ണൻ ആ നഗരം മുഴുവനായിട്ടൊന്ന് നോക്കുന്നു. എന്നിട്ട് ആ നഗരത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ നഗരത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് തൻ്റെ ശംഖായ പാഞ്ചജന്യം മുഴക്കുന്നു. ഈ പാഞ്ചജന്യത്തിന്റെ ശബ്ദം എല്ലാ കോട്ടകളെയും ഭേദിച്ച് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കൃഷ്ണൻ ഈ കോട്ടകളെയൊക്കെ തകർത്ത് അകത്തേക്ക് കയറുന്നു. സുദർശന ചക്രം കൊണ്ടാണ് ഈ കോട്ടകളെയൊക്കെ ഭേദിക്കുന്നത്. പാഞ്ചജന്യം എന്ന ശംഖിന്റെ ആ ശബ്ദം കേട്ടിട്ട് ആ നഗരത്തിലുള്ള എല്ലാവരും ഭയപ്പെടുകയാണ്, ഞെട്ടിവിറയ്ക്കുകയാണ്. കാവൽക്കാരെല്ലാവരും കൃഷ്ണന്റെ നേർക്ക് ഓടി വരുന്നു. പിന്നീട് കൃഷ്ണൻ അവരോടെല്ലാം യുദ്ധം ചെയ്യുകയും എല്ലാ കാവൽക്കാരെയും കൃഷ്ണൻ വധിക്കുകയും ചെയ്തു. ഉടൻ തന്നെ രാജധാനി സൂക്ഷിച്ചുകൊണ്ട് പുളഞ്ഞു കിടന്നിരുന്ന മുരൻ എന്ന 5 തലയുള്ള ആ അസുരൻ കൃഷ്ണന്റെ നേരെ പാഞ്ഞ് അടുക്കുന്നു. കയ്യിൽ ഇരുമ്പ് ശൂലവുമായിട്ടാണ് വരുന്നത്. അതിനുശേഷം മുരനും ഹരിയും തമ്മിൽ അതിഘോരമായ യുദ്ധമാണ് നടക്കുന്നത്. ഗരുഡനുമുണ്ട് അവിടെ. ഗരുഡൻ ഈ മുരന്റെ ശരീരമെല്ലാം കൊത്തിക്കീറുന്നു. ഉടൻ തന്നെ മുരൻ തൻ്റെ കയ്യിലിരുന്ന ശൂലം കൊണ്ട് ഗരുഡനെയും കുത്തി മുറിവേൽപ്പിക്കുന്നു. വിവിധമായ അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മുരൻ മുകുന്ദനുമായി യുദ്ധം ചെയ്യുകയും അവസാനം ഭഗവാൻ അവന്റെ ശിരസ്സുകൾ ഓരോന്നോരോന്നായി മുറിക്കുകയും അവനെ വധിക്കുകയും ചെയ്തു. പിതാവിന്റെ മരണം കണ്ട മുരന്റെ പുത്രന്മാരായ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാവസു, നഭസ്വാൻ, അരുണൻ എന്നീ 7 പേർ 7 പർവ്വതങ്ങളെ പോലെ പടയോടുകൂടി വന്ന് ഭഗവാനോട് യുദ്ധം ചെയ്യുകയും അവര് 7 പേരെയും ഭഗവാൻ വധിക്കുകയും ചെയ്തു. കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി വധിക്കപ്പെട്ടതും നരകാസുരൻ അറിയുന്നു. അതോടുകൂടി നരകാസുരന് വലിയ ദേഷ്യമായി. ഉടൻ തന്നെ തൻ്റെ വലിയ സൈന്യവുമായി കൃഷ്ണനോട് യുദ്ധം ചെയ്യാനായി നരകാസുരൻ കൃഷ്ണന്റെ അടുക്കലേക്ക് വരുന്നു. പിന്നീട് അതിഘോരമായ യുദ്ധമാണ് ഉണ്ടായത്. ആ യുദ്ധത്തിൽ അവന്റെ അസ്ത്രങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അവസാനം വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രം എടുത്തിട്ട് വിഷ്ണുവിന്റെ നേർക്കു തന്നെ ആ ദുഷ്ടൻ പ്രയോഗിക്കുന്നു. ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഒരു മോഹാലസ്യം ഭഗവാന് ഉണ്ടായി. ആ സമയം
ഭാമ ഒരു ധീര വനിതയെ പോലെ വില്ലു കയ്യിലെടുത്ത് ഈ അസുരനുമായി യുദ്ധം ചെയ്യുന്നു. അപ്പോഴേക്കും മോഹാലസ്യമെല്ലാം മാറി ഭഗവാനും എഴുന്നേൽക്കുകയും ഭഗവാൻ തൻ്റെ തൃക്കൈയിൽ സുദർശനം ധരിക്കുകയും ചെയ്തു. ആ ചക്രായുധത്തിൻ്റെ പ്രഭയിൽ നരകന്റെ നയനങ്ങൾ അഞ്ചിപ്പോയി എന്നാണ് ഭാഗവതം പറയുന്നത്. ആനപ്പുറത്തിരുന്നു കൊണ്ടായിരുന്നു ഈ നരകൻ എന്ന അസുരൻ യുദ്ധം ചെയ്തത്. ആനപ്പുറത്തു വെച്ചു തന്നെ അവന്റെ കഴുത്ത് കൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് അറുത്ത് മുറിക്കുകയും അവനെ വധിക്കുകയും ചെയ്തു. അതുകണ്ട് ദേവകളെല്ലാം സന്തോഷിച്ചു. ആ സമയം അവിടേക്ക് ഒരാൾ വരുന്നു. ആരാണ്? ഭൂമിദേവി. ധരാദേവി നരകന്റെ പുത്രനായ ഭഗദത്തനെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു കയ്യിൽ കൊച്ചുമകനും മറുകൈയിൽ അതിഥിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊച്ചക്കുടയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭൂമിദേവി അപേക്ഷിക്കുകയാണ്, നാഥ, നരകന്റെ പുത്രനായ ഇവന് രാജ്യം അങ്ങ് നൽകണം. നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലവും ഇന്ദ്രന്റെ കുടയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപൂർവം അങ്ങ് ഇവയൊക്കെ സ്വീകരിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ദേവി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. തൻ്റെ പ്രിയപത്നിയാണ് ഭൂമിദേവി. അതുകൊണ്ട് തന്നെ ഭൂമിദേവി എന്താണോ ആവശ്യപ്പെട്ടത് അത് ഭഗവാൻ നടത്തിക്കൊടുക്കുന്നു. സന്തോഷത്തോടു കൂടി ധരാദേവിയെ പറഞ്ഞ് അയച്ചതിനു ശേഷം ചെന്താമരാക്ഷൻ നരകന്റെ ജഡം ആചാരവിധി പ്രകാരം സംസ്കാരം ചെയ്യുവാനായിട്ട് ഏർപ്പാടുകൾ ചെയ്തു. നരകൻ ഭഗവാന്റെ പുത്രനാണല്ലോ. ആ നിലയിൽ അദ്ദേഹം അതിൽ പ്രത്യേകം താല്പര്യം പ്രദർശിപ്പിച്ചതിൽ യാതൊരു അതിശയവും തോന്നേണ്ടതായിട്ടുമില്ല. അങ്ങനെ നരകന് വിഷ്ണുപദം നൽകുകയാണ്, മോക്ഷം നൽകുകയാണ് കൃഷ്ണൻ. അതിനുശേഷം ആ രാജ്യത്തിൻ്റെ രാജാവായി നരകന്റെ പുത്രനായ ഭഗദത്തനെ വാഴിച്ചു. അതിനുശേഷം ഭഗവാൻ മറ്റൊരു കാര്യം ചെയ്തു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന കന്യകാമണികളെ മോചിപ്പിക്കുവാനായി അദ്ദേഹം ആജ്ഞാപിച്ചു. അങ്ങനെ 16,000 കന്യകാരത്നങ്ങളാണ് മോചിപ്പിക്കപ്പെട്ടത്. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടികൾ കൃഷ്ണനെ വന്നു കണ്ട് താണു തൊഴുതു വണങ്ങി തങ്ങളുടെ സ്നേഹത്തെയും ഭക്തിയെയും പ്രകടിപ്പിച്ചു. കൃഷ്ണൻ അവർക്ക് സുഗന്ധമുള്ള ജലത്തിൽ സ്നാനം ചെയ്യുവാനും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാനും നല്ല വസ്ത്രങ്ങൾ കൊടുക്കുവാനും കൃഷ്ണൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നന്നായി കുളിച്ച് അവര് ഭഗവാന്റെ മുമ്പിലേക്ക് എത്തുന്നു. അതിനുശേഷം ഭഗവാൻ അവരോട് കാരുണ്യപൂർവം അരുളി ചെയ്യുകയാണ്, അല്ലയോ രാജകുമാരികളെ, ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. പല്ലക്കിൽ കയറി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാടുകളിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നു. അത് കേട്ടതും ഈ പെൺകുട്ടികൾ കരയാൻ തുടങ്ങി. ഭഗവാനെ, ഞങ്ങൾ ഇനി എവിടെ പോകും? അസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ സ്വന്തം നാട്ടിൽ ചെന്നാലും ആരും സ്വീകരിക്കുകയില്ല. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങളെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം, അവിടുത്തെ ദാസികളായി ഞങ്ങൾ താമസിച്ചു കൊള്ളാമെന്ന് ഈ 16,000 പെൺകുട്ടികൾ
കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ തൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ 16,000 പെൺകുട്ടികളെ കൃഷ്ണൻ പല്ലക്കിൽ കയറ്റി ദ്വാരകയിൽ എത്തിക്കുന്നു. അതിനു പുറമെ 64 നാൽക്കൊമ്പനാനകളിൽ ഒരാനയെ മാത്രം ഭഗദത്തന് കൊടുത്തിട്ട് ബാക്കിയുള്ള 63 കൊമ്പനാനകളെയും നരകാസുരൻ അടക്കി വെച്ചിരുന്ന അളവറ്റ രത്നങ്ങളും ധനങ്ങളും അടങ്ങിയ പേടകങ്ങളും കൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊടുത്തയക്കുന്നു. അങ്ങനെയാണ് ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് 16,000 പെൺകുട്ടികൾ എത്തിച്ചേരുന്നത്. ഭഗവാൻ 8 വിവാഹം കഴിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ 8 വിവാഹം കൂടാതെ ഈ 16,000 പെൺകുട്ടികളെയും കൂടി ചേർത്തിട്ടാണ് എല്ലാവരും കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട് എന്ന നിലയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ 8 വിവാഹങ്ങൾ ആ കഥ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ എല്ലാം നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഭഗവാന്റെ ആ 8 വിവാഹങ്ങൾ, ഭഗവാന്റെ 8 ഭാര്യമാരുടെ പേരുകളൊക്കെ പറഞ്ഞിരുന്നു. ആ 8 ഭാര്യമാരുടെ പേരുകൾ നിങ്ങൾ കമന്റായിട്ട് ഇന്ന് രേഖപ്പെടുത്തണം. അതെല്ലാവരും പഠിച്ചിരിക്കണം, ഭഗവാന്റെ 8 ഭാര്യമാർ ആരൊക്കെയായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ ഈ നരകാസുര വധത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനാണ് നരകൻ. നരകനെ വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും വധിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യാൽ അവന് മരണം സംഭവിക്കുന്നത്. അതാണ് ഈ കഥയുടെ പ്രത്യേകത. അതുകൂടാതെ 16,000 കന്യകമാരെ മോചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഭൂമിദേവി അതിഥിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഭഗവാന് സമർപ്പിച്ചു. ഇനി എന്താണ് സംഭവിച്ചത്? ആ കർണകുണ്ടലങ്ങൾക്കും വെൺകൊറ്റക്കുടയ്ക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പറയാം. വളരെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കഥയാണത്. ഭഗവാൻ അതെന്തു ചെയ്തു എന്നുള്ളതാണ് അടുത്ത ദിവസം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആ ഭാഗത്തിനായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം, ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. ഹരേ കൃഷ്ണ.